ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ട്യൂട്ടോറിയലായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ട്യൂട്ടോറിയലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഗ്യാരണ്ടി പറയുകയാണ്, ഒരു മാസം നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഐ അഷ്യൂർ യു ദാറ്റ് യു വിൽ ബി ഏബിൾ ടു സ്പീക്ക് ദ ലാംഗ്വേജ് വിത്ത് ഫ്ലുവൻസി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ ഒപ്പം ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് ഇടുന്നതായിരിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഭാഷ വായിക്കാനും എഴുതാനും മാത്രം അറിഞ്ഞാൽ പോരാ, നമുക്കത് പറയണം. നല്ല കോൺഫിഡൻറ്റോടുകൂടി തന്നെ നമ്മൾ പറയേണ്ടതാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോസിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തുടങ്ങാം നമുക്ക്. സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നല്ല കോൺഫിഡൻറ്റോടുകൂടി നല്ല ഫ്ലുവൻ്റായിട്ട് ഭാഷ ഉപയോഗിക്കണം. ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കണം. ചെറിയ ക്ലാസ് മുതൽ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ഇംഗ്ലീഷ് വലുതായി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞവരും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞവരും PG കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞവരും ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുന്നത് കാണാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ പറ്റാത്തത്? അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ വേണ്ടത് എന്താ? ബി കോൺഫിഡൻറ്റ്. വി ഹാവ് ടു ബി വെരി മച്ച് കോൺഫിഡൻറ്റ് ഇൻ അവർ സെൽഫ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ആത്മവിശ്വാസം വേണം. എനിക്കിത് ചെയ്യാം, എനിക്കിത് കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് ഇവിടെ വേണ്ടത്. ഞാൻ കുറച്ച് പോയിൻറ്റ്സ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെ നമുക്ക് സാധിക്കും എന്നുള്ളതിന് കുറച്ച് പോയിൻറ്റ്സ് ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. Think in English, learn simple words, use simple sentence, open up your mouth. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ടത്. ബി കോൺഫിഡൻറ്റ്. യെസ്, ഐ ക്യാൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഷുഡ് ഫീൽ, ആദ്യമേ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യമേ തന്നെ എൻ്റെ മനസ്സിൽ ഉറപ്പിക്കണം, യെസ് ഐ ക്യാൻ, എനിക്കും പറ്റും എന്ന ആ ഒരു ആത്മവിശ്വാസമാണ് ആദ്യം വേണ്ടത്. യെസ് ഐ ക്യാൻ. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് നേറ്റീവ് സ്പീക്കറിനോട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം മലയാളത്തിൽ അങ്ങയുടെ ഭാഷ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യും, സെൻറ്റൻസ് ആലോചിച്ച് വെക്കും, എന്നിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. സോ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഒട്ടുമിക്ക ആളുകളും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്കൊരു ഭാഷ നല്ല രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു? വി ഹാവ് ടു തിങ്ക് ഇൻ ദാറ്റ് ലാംഗ്വേജ്. തിങ്ക് ഇൻ ഇംഗ്ലീഷ്. നോക്കിക്കേ, അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് തിങ്ക് ഇൻ നേറ്റീവ് ലാംഗ്വേജ്, ദെൻ സ്പീക്കിംഗ്, ദെൻ തിങ്കിങ് ഇൻ അനദർ ലാംഗ്വേജ് ഓർ സ്പീക്കിംഗ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ നേരെ ആണെങ്കിലോ, തിങ്ക് ഇൻ ഇംഗ്ലീഷ്, സ്പീക്കിംഗ്. അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റ്, തിങ്ക് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ നമുക്കത് മലയാളത്തിൽ ആലോചിച്ചിട്ട് അത് ഇംഗ്ലീഷിലോട്ട് മാറ്റേണ്ട ആവശ്യം വരില്ല. ഇംഗ്ലീഷിലാണ് ആലോചിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ആ വേർഡ് കൺസ്ട്രക്ഷനോ സെൻറ്റൻസ് കൺസ്ട്രക്ഷനോ ഒന്നിനെക്കുറിച്ചും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഇഫ് യു വോണ്ട് ടു യൂസ് ദ ലാംഗ്വേജ് യു ഹാവ് ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ദെൻ വേസ് ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഹൗ ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ്. എങ്ങനെയാണ് ആലോചിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ്? അപ്പോൾ നമുക്കതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ആലോചിക്കേണ്ടത്? സോ talk to yourself in English, make up conversation, narrate your day. നമുക്ക് എങ്ങനെയാണ് നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കേണ്ടത്? നമുക്ക് മറ്റൊരാളോട് സംസാരിച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് നമ്മോട് തന്നെ സംസാരിക്കാം. യെസ് ഐ ഹാവ് ടു സ്പീക്ക് ടു മൈ സെൽഫ്. അപ്പോൾ എനിക്ക് എന്നോട് തന്നെ സംസാരിക്കണം. ദെൻ മേക്കപ്പ് കോൺവെർസേഷൻ. നിങ്ങൾക്ക് പരസ്പരം സംസാരിച്ച് തുടങ്ങാം. നിങ്ങളുടെ മനസ്സിനോട് തന്നെ നിങ്ങളോട് തന്നെ സംസാരിച്ച് തുടങ്ങും. ദെൻ നരേറ്റ് യുവർ ഡേ. അപ്പോൾ നിങ്ങൾ പുറത്താരോടും പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒരു ദിവസം നടന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കൂ. അപ്പോൾ അത് ഇംഗ്ലീഷിലായിരിക്കണം ആലോചിക്കേണ്ടത്, ഇംഗ്ലീഷിലായിരിക്കണം പറയേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടി എനിക്ക് വാക്കുകൾ അറിയില്ലല്ലോ, എനിക്ക് സെൻറ്റൻസ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലേൺ സിമ്പിൾ വേർഡ്സ്. ചെറിയ സിമ്പിൾ വേർഡ്സ് നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ? ബിഗിൻ. എന്താണ് ബിഗിൻ്റെ ഉപയോഗം? എന്താ? ലെറ്റ് us begin the class. Let us begin the day with a prayer. Let us begin the day with a good thought. സെൻറ്റൻസ് ഇതുപോലെ നമുക്ക് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാം. ദെൻ കെയർഫുൾ. അടുത്തൊരു വേർഡാണ് കെയർഫുൾ. സിമ്പിൾ വേർഡാണ്. കെയർഫുളിൻ്റെ മീനിങ് എന്താ? കെയർഫുളിൻ്റെ മീനിങ് എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. കിട്ടില്ല നിങ്ങൾക്ക്?
I am very careful about my health. അപ്പോൾ ഇന്നത്തെ ഈ കൊറോണ സീസണിൽ I have to be very careful about my health. I have to be. I am very careful. നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ മീനിങ് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹെയ്റ്റ്, അടുത്ത വേർഡാണ് ഹെയ്റ്റ്. Don't hate anyone. Neighbor, my neighbor is a good person. Perfect, no one is perfect. സോ ഞാനിപ്പോൾ ഇവിടെ 5 വേർഡ്സാണ് നിങ്ങളോട് ഇവിടെ സംസാരിച്ചത്. ആ ഒരു 5 വേർഡ്സ് കൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് തന്നെ 5 സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കൂ. So you will be able to develop the sentences. You will be able to learn the meaning of that words. So that will be very helpful. Then the next one, use simple sentences. Now നമ്മളിപ്പോൾ കുറച്ച് വേർഡ്സ് പറഞ്ഞു, അതിനകത്ത് കുറച്ച് സെൻറ്റൻസും പറഞ്ഞു. അതുപോലെ തന്നെ ചെറിയ സിമ്പിൾ സെൻറ്റൻസ് ഫ്രെയിം ചെയ്ത് നോക്കൂ. I am an Indian. My mother tongue is Malayalam. I can speak English. I am an artist. I know him very well. സോ ഞാനിവിടെ 5 സെൻറ്റൻസ്, സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഇത് നിങ്ങളുടേതായ രീതിയിലൊന്ന് ഫ്രെയിം ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെപ്പറ്റി പറയാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫ്രെയിം ചെയ്ത് നോക്കൂ. ഓക്കെ, ഐ തിങ്ക് ഇതിന് ശേഷം എന്താ വേണ്ടത്? ഓപ്പൺ അപ്പ് യുവർ മൗത്ത്. നിങ്ങളിത് മനസ്സിലാലോചിച്ചുകൊണ്ട് മാത്രമായില്ല, യു ഹാവ് ടു ഓപ്പൺ അപ്പ് യുവർ മൗത്ത്. നിങ്ങൾ സ്വന്തമായിട്ടിരിക്കുമ്പോഴത്തേക്ക് മൊബൈൽ ഫോണിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഒന്ന് കേട്ട് നോക്കാം. സോ യു വിൽ ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ദ മിസ്റ്റേക്ക് ദറ്റ് യു ഹാവ് മെയ്ഡ് while speaking. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസത്തേക്കുള്ള ടാസ്ക്. സോ യു ഹാവ് ടു ഡു ദിസ്. നിങ്ങളെല്ലാവരും ഇത് കാണുന്നവരെല്ലാവരും ഇത് ചെയ്തു നോക്കുക. ചെയ്തിട്ട് അതിൻ്റെ ഫോളോ അപ്പ് അടുത്ത ദിവസങ്ങളുണ്ടാകുന്നതായിരിക്കും. സോ ടിൽ ദാൻ ബൈ. അതിന് മുന്നേ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, ബൈ.